ഇത് എൻ്റെ ഓണം വ്ലോഗാണ്. നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ ഓണം ഗംഭീരമായിരുന്നു. ഞാൻ 2 റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന്. എൻ്റെ ഒരു പ്രതീക്ഷയിൽ നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്നാണ്. ഇനി അഥവാ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ളോഗിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന 2 വീഡിയോ ഇല്ലേ, അതാണ് എൻ്റെ റീല്. അപ്പം നിങ്ങളത് ആദ്യം പോയി കാണാം, എന്നിട്ട് വേണം ഈ ഒരു വ്ളോഗ് കാണാൻ. ബിക്കോസ് ഞാൻ ആ റീൽ എടുക്കുന്ന സമയത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളെല്ലാം കൂടെ തുന്നിക്കെട്ടി ഒരു വ്ളോഗ് ഇറക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ആ കഷ്ടപ്പാടുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല നട്ടപ്പൊരി വെയിലത്ത് നട്ടുച്ചയ്ക്ക് നല്ല കുഴിമന്തി കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നട്ടപ്പൊരി വെയിൽ കൊണ്ടു എന്നതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ കുഴിമന്തി കഴിച്ചില്ലേ, കുഴിമന്തി കഴിച്ചിട്ട് നമുക്ക് ഒരു ഉറക്കം കിട്ടും. അത് മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. ആ ദ്രോഹം ഞാൻ എന്നോട് ചെയ്തു. എൻ്റെ ഫീലിങ്സ് കുഴിമന്തി ലവേഴ്സിന് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കറിയാൻ പാടില്ല ആ ദ്രോഹം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഉറങ്ങണം എന്നൊരു ചിന്ത മാത്രമേ അപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാവങ്ങൾ 2 എണ്ണം രാവിലെ കുത്തിയിരുന്ന് ഞാൻ എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവരാരും മുഖം കണ്ടപ്പോൾ ഞാൻ ഓക്കെ, ഉറക്കം ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഉച്ചയ്ക്ക് എടുക്കാൻ വെച്ചൊരു ഷൂട്ടല്ല. നമ്മൾ ഇന്നലെ വരെ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗിന് ഷൂട്ട് ചെയ്യണം എന്നതായിരുന്നു. പക്ഷേ ഞാനല്ലേ അവതാരം, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പക്കയായിരിക്കും. അതായത് രാവിലെ എണീക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, ഇങ്ങനെ ഒരു അമ്പലവാസിനെ നിങ്ങൾ കാണില്ല. പൊലിച്ചയ്ക്ക് അമ്പലത്തിൽ പോകുന്ന ഒരു കുട്ടി നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റായിരിക്കും, എല്ലാം ഞാൻ പക്കയായിട്ട് ചെയ്യും. പക്ഷെ ഞാൻ നാട്ടിലോട്ട് വന്നു, എൻ്റെ വീട്ടിലോട്ട് കണ്ട് കയറി വന്നു കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ ബെഡ്, എൻ്റെ റൂം, എൻ്റെ പുതപ്പ്, എൻ്റെ കിടക്കുക, അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്ലാറ്റാണ് ഗൈസ്. രാവിലെ എണീക്കെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമാണ്. ഈ എന്താ പറയുക, ആ സമയത്തൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടാവുന്നൊരു സമയമൊക്കെ ഞാൻ അതിരാവിലെ എന്ന് പറഞ്ഞൊരു പ്രതിഭാസത്തെ ഞാൻ നേരിട്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യപൂർവമായിരിക്കും. എനിക്കത് പറ്റില്ല. ഞാൻ എന്നോട് ആ ദ്രോഹം ചെയ്യില്ല. ഞാൻ മാക്സിമം നല്ല രീതിക്ക് ഉറങ്ങിയിട്ട് എണീക്കും. എനിക്കങ്ങനെ ഉറക്കം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ആണ് എന്നെ വിളിച്ചിട്ട് ഞാൻ എണീക്കുന്നതുണ്ടെങ്കിൽ പിന്നെ ആ ദിവസം മൊത്തം പോയി. പക്ഷെ ഞാൻ ഈ ദിവസം നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്കറിയാം സാരി ഉടുത്തതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എൻ്റെ അനുമോള് അവളുടെ വലിയ മനസ്സ് കാരണം എനിക്ക് നല്ല രീതിക്ക് അവളാൽ പറ്റുന്ന രീതിയിൽ സാരി ഉടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ എത്ര സാരി ഉടുത്ത് തന്നിട്ടും കാര്യമില്ല, ഈ സാരിക്കും കൂടെ തോന്നണ്ടേ മര്യാദയ്ക്ക് നിൽക്കണം എന്നുള്ള കാര്യം. ഈ സാരി ആണെങ്കിൽ ഒന്നും ഒതുങ്ങി നിൽക്കാത്ത സാരി. അപ്പം ഞാൻ എൻ്റെ മേമനെ ആലോചിച്ചു. എൻ്റെ മേമയാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് സാരി ഉടുക്കുന്നതും ഉടുപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തി. മേമ ഏത് ഒതുങ്ങാത്ത സാരിയെ നന്നായിട്ട് ഒതുക്കി സാരി ഉടുത്ത് തരും. മേമനെ ഞാൻ വല്ലാതെ മിസ് ചെയ്തു ഈ സാരി എടുക്കണം. നേരത്തെ മേമ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വെറും 2 മിനിറ്റ് കൊണ്ട് സെറ്റായിരുന്നു. മേമ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 മണിക്കൂറായിരുന്നു എടുത്തിരുന്നത്. പിന്നെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ തൊടിക്കൂടെ തേര പരം നടന്നു വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ.